സ്ത്രീകളെ അടിച്ചമർത്തിയ, അവർക്ക് പരിഗണന നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് അതിൻ്റെ വിമർശകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സ്ത്രീക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, അവരുടെ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കില്ല, അവരെ മൂടിക്കെട്ടി വീട്ടിൽ സൈഡാക്കി വെച്ചേക്കാണ്. ഇസ്ലാം വരുന്ന കാലത്ത്, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവർ നൽകിയ സ്ഥാനം എന്തായിരുന്നു, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഓരോ സംസ്കാരങ്ങളും സമൂഹങ്ങളുമൊക്കെ സ്ത്രീക്ക് എത്രത്തോളം വില കൽപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു സമൂഹം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം, സ്ത്രീകൾക്ക് സ്വത്താവകാശമില്ലാത്ത ഒരു സമൂഹം, അവർ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ, ആണുങ്ങളുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കുന്നത് പോലെ അവരുടെ ഭാര്യമാരെ അനന്തരമെടുത്തിരുന്ന ഒരു കാലഘട്ടം. വളരെ വൃത്തികെട്ട കല്യാണ സംസ്കാരം നിലവിലിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിന് ഇത്ര എണ്ണമേ അസംഖ്യം സ്ത്രീകളെ കല്യാണം കഴിച്ച് പീഡിപ്പിച്ചിരുന്ന ആളുകളെ 4 മാത്രമേ ഇനി 4 നിർത്തണം, അതിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ കൃത്യമായ അവകാശങ്ങൾ നൽകി, സ്വത്തിൽ അവകാശം നൽകി, മഹർ നൽകി. സ്വത്തിൽ അവകാശം നൽകി എന്ന് പറയുമ്പോൾ പകുതിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കളിയാക്കുക ചെയ്യുക, പകുതിയെ കൊടുക്കണുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വവുമില്ലാതെയാണ് പകുതി നൽകുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തമല്ല, മക്കളെ വിദ്യാഭ്യാസം നോക്കേണ്ട, വീട് വെക്കേണ്ട, അവളെ സമ്പത്ത് ഒരാൾക്കും തന്നെ അതിൽ അവകാശമില്ല. ആ സമ്പത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കാൻ ആൾക്കും അവകാശമില്ല. അത് അവരിഷ്ടമാണ്. സ്വതക്ക കൊടുക്കണേ സ്വതക്ക കൊടുക്കുക, ചിലവാക്കണേ ചിലവാക്കുക, ആഭരണമാക്കണേ ആഭരണം, സക്കാത്ത് കൊടുക്കണം മാത്രമേ, വേറൊരു ഉത്തരവാദിത്വം ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആശ്രയിക്കില്ല. എന്നാൽ ആളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒട്ടനവധി കുടുംബം നോക്കണം, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ചോദ്യം ചെയ്യപ്പെടുക ഇസ്ലാമിക കുടുംബത്തിൽ. അതിൻ്റെ റഈസായ റിജാലു ഖവ്വാമൂന അലൻ നിസാ ഫളല്ലാഹു ബഅദഹും അലാ ബഅദ്, ആണുങ്ങളെ അള്ളാഹു ഒരു ദറജ ഉയർത്തി എന്ന് പറഞ്ഞത് അത് ഉത്തരവാദിത്തത്തിൽ ഒരു ദറജ ഉയർത്തി എന്ന് പറഞ്ഞു. അവർക്ക് അതിലെ ഉത്തരവാദിത്തം, അതുകൊണ്ടാണ് ആണോ ഒരു പെണ്ണിൻ്റെ ഇരട്ടിയായത്. ചിലവാക്കാൾ ഉത്തരവാദിത്തം, മറ്റേതൊരു ഉത്തരവാദിത്തമില്ല. ആ പൈസ എന്ത് വേണം ചെയ്യാം, ആ പൈസ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങളെ പൈസ നമുക്ക് ഒരു അവകാശവും ആ പെണ്ണുങ്ങളെ സമ്പത്തുമല്ല ഒരാളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരവാദിത്തമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെയാണ് ഓരി കൊടുക്കുന്നത്. നന്മക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ആണിനും പെണ്ണിനും അവർ സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലമുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമുള്ളതാണ്. 5 നേരം നമസ്കരിക്കുകയും ഫർളായ നോമ്പനുഷ്ഠിക്കുകയും അല്ലേ, ഫർളായ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് വിശ്വാസം പറഞ്ഞത്. ആണിനെ പോലെയല്ല, വളരെ കുറഞ്ഞ ഫർള് നമസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി, ഫർള് നോമ്പ് മാത്രം നോറ്റാൽ മതി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താലും കിട്ടും, സ്വർഗ്ഗം കിട്ടും. ആണുങ്ങൾക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ എല്ലാ തരത്തിലും എന്താണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരോട് മാന്യമായി പെരുമാറണമെന്ന് പറയും. അവരുടെ അന്തസ്സുയർത്തി അല്ലേ, അവർക്ക് പ്രതിഫലമുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഖുർആൻ കൃത്യമായിട്ടാണ് മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും മുഅ്മിനത്തുകളും മുസ്ലിമുകളും മുസ്ലിമത്തുകളും എന്ന് പ്രത്യേക പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ദറജയുണ്ട്. അതേപോലെ അവർക്ക് അവകാശമുണ്ട് അല്ലേ, അവർക്ക് വിദ്യാഭ്യാസത്തിൽ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഇവരൊക്കെ ഈ പാശ്ചാത്യ സമൂഹങ്ങളൊക്കെ ഇതൊക്കെ പണ്ടേ നൽകിയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു. ഒരിക്കലുമില്ല സഹോദരങ്ങളെ. വോട്ട് ചെയ്യാനുള്ള അവകാശം ആദ്യമായി ചരിത്രത്തിൽ പെണ്ണിന് കിട്ടുന്നത് 1893 ന്യൂസിലാൻഡിൽ. അമേരിക്ക പോലും സ്ത്രീക്ക് വോട്ടവകാശം നൽകിയത് 1920 അല്ലേ. സ്വത്താവകാശം ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വത്താവകാശം നൽകിയത് വെസ്റ്റേൺ ലോകത്ത്, പാശ്ചാത്യ ലോകത്ത് ഇംഗ്ലണ്ടാണ് 1670. അമേരിക്ക പോലും നൽകിയത് 1848. അതേപോലെ തന്നെ സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശമായി, സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടണമെന്നുള്ളത് ഒരു അവകാശമായി കൊണ്ട് ലോക ചരിത്രത്തിൽ വന്നത് വളരെ വൈകിട്ട് 1900 ശേഷമാണ്. ആലോചിച്ച് നോക്കി, തൊലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമത്തിനാണ്. വിദ്യാഭ്യാസം നേടൽ എല്ലാ മുസ്ലിമിൻ്റെയും മുസ്ലിമത്തിൻ്റെയും മേൽ നിർബന്ധമാണെന്ന് 1400 വർഷങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. അവകാശം എന്താണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സ്ത്രീക്ക് നൽകിയത് ഞങ്ങളാണ്. എന്ന സൂറത്ത് ഇറങ്ങണൻ എന്താണ്, ഖൗല ബിൻത് എന്ന സ്ത്രീ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഒരു പ്രയാസമുണ്ടെന്ന് അറിയിച്ചപ്പം ആ പ്രയാസം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിന്റെ മുമ്പിൽ വന്നിട്ട് അത് പറയുമ്പം ആ മറക്ക് പിന്നിൽ ആയിഷ ബീവി പോലും കൃത്യമായി കേൾക്കാത്ത കാര്യം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു ആ പ്രശ്നം കേട്ടുകൊണ്ട് അതിന് ഉത്തരമിറക്കി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഇസ്ലാം അന്നേ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ്
സ്വന്തം ഭർത്താവിന്റെ പ്രയാസത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നബിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആ പ്രയാസം കേട്ട് അള്ളാഹു അത് ആയത്തിലൂടെ മറുപടി നൽകി. ആ സൂറത്താണ്, ആ ആയത്താണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലദീ തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് പരാതിപ്പെട്ട സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരാതിപ്പെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അവകാശം അന്നേ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത്, ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണം, അവരുടെ സമ്മതം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണിത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ വെറുതെ വെച്ച് ചാമ്പാണ്. ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കേണ്ടത്. അവർ കൃത്യമായിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി, അധികാരങ്ങൾ നൽകി, ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അല്ലേ. ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങൾ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും ഖൈറായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഖൈറായി പെരുമാറുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു അല്ലേ. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു അഭിപ്രായം പറഞ്ഞു, പ്രവാചകരെ താങ്കൾ അങ്ങോട്ട് മുട്ടയടിച്ചാളി, താങ്കൾ കൊണ്ടുവന്ന ഉരുവിനെ അറുത്തിട്ട് താങ്കൾ അങ്ങോട്ട് മുട്ടയടിച്ചാൽ, കാരണം ആരും സമ്മതിക്കുന്നില്ല, സഹാബത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ പ്രയാസത്തിൽ നിൽക്കുകയാണ്, അവിടുന്ന് തിരിച്ചു പോകണം അല്ലെ. ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് കടക്കാതെ ഉംറക്ക് വന്ന ആളുകൾ മക്കയിലേക്ക് കടക്കാതെ തിരിച്ചു പോകണമെന്ന് അവർ കരാർ എഴുതിയപ്പോൾ അതിൽ വിഷമിച്ച് നിൽക്കണം എല്ലാവരും, ആരും ഇങ്ങോട്ട് വഴങ്ങണില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് താങ്കൾ അങ്ങോട്ട് അറുത്തിട്ട് താങ്കൾ മുട്ടയടിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്തോളുന്നതാണ് അല്ലേ. ഒരു സ്ത്രീയുടെ വാക്കിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉൾക്കൊണ്ടത്, കേട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അത് സ്വീകരിക്കുക എന്നതാണ്. ഇത് സ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതാണ് മാതാക്കളെയാണ്. സ്വന്തം മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് സ്വന്തം ഭാര്യമാരോടാണ് എന്ന് പഠിപ്പിച്ച ആ മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ, പിന്നെ ഇവിടെ അവരെ വേഷവിധാനങ്ങൾ, അവരുടെ ഔറത്ത് വെളിവാക്കരുത് എന്ന് പറഞ്ഞതാണോ സഹോദരങ്ങളെ ഇവിടെ പ്രശ്നം അല്ലെ. നഗ്നത വെളിപ്പെടുത്തരുത് അല്ലെ, ആരുമായിട്ടും സല്ലപിക്കാം എന്ന് പറഞ്ഞതാണോ, സല്ലപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണോ സഹോദരങ്ങളെ ഇവിടെ മോശമായി കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സുരക്ഷ എന്നത്, അവരുടെ ഹിജാബ് എന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞത്, ആവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞത്, അന്യപുരുഷന്മാരോട് അനുനയത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞത്, പല പുരുഷന്മാരോടൊപ്പം അല്ലെ വിവാഹബന്ധം നിഷിദ്ധമായ മഹറമല്ലാത്ത ആളുകളുടെ കൂടെ സംസാരിച്ചൊഴിഞ്ഞിരുന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അങ്ങനത്തെ ആളുകളുമായി കൂടിക്കലരുത് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അങ്ങനത്തെ ആളുകളുടെ കൂടെ അല്ലാതെ ദീർഘയാത്രകൾ നടത്തരുത് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. പുറത്തിറങ്ങുമ്പോൾ സുഗന്ധദ്രവ്യം ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനാണോ ഇവിടെ പ്രശ്നമുള്ളത്?